ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു റിയൽ ടൈം ഡെമോൺസ്ട്രേഷനിലേക്ക് സ്വാഗതം. സ്കെച്ച് ചെയ്തതിന് ശേഷം ഏകദേശം 40 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഈ പെയിൻറ്റിങ്ങിൻ്റെ മുഴുവൻ പ്രോസസ്സും ഒട്ടും എഡിറ്റ് ചെയ്യാതെ മുഴുവനായും ഈ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഒപ്പം തന്നെ വരച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ പ്രധാനമായിട്ട് എടുത്തിട്ടുള്ള 3 കളേഴ്സ് ഗാംബോച്യു, ക്രിംസൺ ലേക്ക്, പിന്നെ ക്യാമലിൻ ബ്ലൂ. ഈ 3 കളേഴ്സ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്യുന്നത്. ഇത് 3ഉം പ്രൈമറി കളേഴ്സായ സിയാൻ, മജന്ത, യെല്ലോ എന്നീ 3 നിറങ്ങളോട് അടുത്ത് നിൽക്കുന്ന കളേഴ്സാണ്. അപ്പോൾ ഈ 3 കളേഴ്സ് മാത്രം വെച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കളർ മിക്സിങ് കൂടുതൽ നന്നായിട്ട് പഠിക്കാനും പിന്നെ ഞാൻ ചെയ്യുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഞാൻ ഉപയോഗിക്കുന്ന പേപ്പർ ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷ് ബ്രസ്ട്രോയുടെ മോപ്പ് ബ്രഷ് സെറ്റാണ്. സെറ്റിൽ നിന്നുള്ള 4 ബ്രഷാണ്. 0 2 4 പിന്നെ 8 ബ്രഷുകൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഫസ്റ്റ് ലെയർ തുടങ്ങുന്നതിന് മുമ്പ് ആ ലെയറിൽ വരുന്ന പ്രധാനപ്പെട്ട കളേഴ്സ് എല്ലാം മിക്സ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് വേണം ആ ലെയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ റെഫറൻസിൽ ഏറ്റവും ഹൈ വാല്യൂ ഉള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്കൈയുടെ ഏരിയയാണ് ഏറ്റവും കൂടുതൽ പ്രകാശം വരുന്ന ഏരിയ. പിന്നെ അതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ വരുന്നുണ്ട് ചില ഭാഗങ്ങളിൽ. അതാണ് ഏറ്റവും ഹൈ വാല്യൂ ഏരിയ. മിഡ് വാല്യൂ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പാഡി ഫീൽഡിൻ്റെ ഭാഗമാണ്. പിന്നെ ഇവിടെ ഒരു മഡ് റോഡ് ഉണ്ട്. ആ മഡ് റോഡിൻ്റെ ഭാഗവും എല്ലാം മിഡ് വാല്യൂ വരുന്നതാണ്. ഏറ്റവും ഡാർക്കായിട്ടുള്ള ഭാഗം, അതായത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ മരമാണ്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂയുടെ ഭാഗം സ്കൈയും, ഏറ്റവും ലോവസ്റ്റ് വാല്യൂയുള്ള ഭാഗം ഈ ട്രീയും, പിന്നെ മിഡ് വാല്യൂള്ള ഭാഗങ്ങൾ ഈ പാഡി ഫീൽഡും പിന്നെ പുറകിലുള്ള മരക്കൂട്ടങ്ങൾക്ക് വാല്യൂ കുറവാണ്. എന്നാലും തീരെ വാല്യൂ കുറഞ്ഞ ഭാഗങ്ങളല്ല. മിഡ് വാല്യൂ വരുന്ന ഭാഗങ്ങൾ ഈ പാഡി ഫീൽഡും മഡ് റോഡും ഒക്കെയാണ്. അപ്പോൾ ഹൈ വാല്യൂ ഉള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ആദ്യത്തെ ലെയറിൽ തീർന്നു പോകണം. സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ മിഡ് വാല്യൂ തൊട്ട് ലോ വാല്യൂ വരെയുള്ള ഭാഗങ്ങൾ കവർ ചെയ്ത് പോകണം. തേർഡ് ലെയർ ചെയ്യുമ്പോൾ ഏറ്റവും ലോ വാല്യൂ ഉള്ള ഭാഗം മാത്രം ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് വാട്ടർ കളറിൻ്റെ രീതി. ഞാനത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം അതിന് ഈ ആകാശത്തിൻ്റെ കളർ മിക്സ് ചെയ്ത് വയ്ക്കാം. എപ്പോഴും ധാരാളം പെയിൻറ്റ് നമ്മൾ മിക്സ് ചെയ്ത് വച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. ഒരിക്കലും പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്, അതായത് ഒരു ലെയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കളർ മിക്സ് ചെയ്യാൻ പോകരുത്. അപ്പോൾ ആ വയ്ക്കുന്ന കളർ ഉണങ്ങിപ്പോവും, വയ്ക്കുന്ന പെയിൻറ്റ് ഉണങ്ങിപ്പോവും. മിക്സ് ചെയ്ത് വെച്ചാലും ചിലപ്പോഴൊക്കെ നമുക്ക് ഇടയ്ക്ക് മിക്സ് ചെയ്യേണ്ടി വരും. എന്നാലും പരമാവധി കളേഴ്സ് മിക്സ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, സ്കൈയുടെ ബ്ലൂ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴേക്ക് വരുമ്പോൾ ഒരു അല്പം ചെറുതായിട്ട് ഗ്രേഡിയൻറ്റ് കൊടുക്കാം. ആ ഗ്രേഡിയൻറ്റിന് ഒരു മജന്ത ടോൺ കൊടുക്കാം. അത് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഈ മജന്ത ടോൺ നമുക്കങ്ങനെ റെഫറൻസിൽ അങ്ങനെ അധികം എന്നല്ല, റെഫറൻസിൽ കാണാനില്ലാത്തതാണ്. അത് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് ക്ലൗഡ്സ് കൂടി നമുക്ക് കൊടുക്കാം. അത് റെഫറൻസിലില്ല. അപ്പോൾ ആ കളർ കൂടി നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. അത് ഈ 3 കളേഴ്സും ഏതാണ്ട് ഈക്വൽ അളവിൽ എടുക്കുമ്പോൾ ഒരു ഗ്രേയുടെ അടുത്ത് നിൽക്കുന്ന ടോൺ കിട്ടും, ഒരു ബ്ലാക്കിനോട് അടുത്ത് നിൽക്കുന്ന ടോൺ കിട്ടും.
വാഷ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈ സ്കൈ പെയിൻറ് ചെയ്ത് തുടങ്ങാം. നമ്മളിങ്ങനെ ഒരു കോട്ടൺ ക്ലോത്ത് സൈഡിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ അധികമായിട്ട് വരുന്ന പെയിൻ്റ് എല്ലാം അതിൽ ഒപ്പി കളയാൻ പറ്റും. ഞാനിവിടെ ഈ മരത്തിൻ്റെ മുകളിലും പുറകിലുള്ള മരക്കോട്ടത്തിൻ്റെ മുകളിലും എല്ലാം പെയിൻറ് ചെയ്ത് പോവാണ്. കാരണം അവിടെയൊക്കെ വാല്യൂ കുറവായതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ലെയർ ചെയ്യുമ്പോൾ അവിടെ പെയിൻറ് ചെയ്താൽ മതി. വാല്യൂ കുറവുള്ള ഭാഗങ്ങളിലെല്ലാം നമുക്ക് ലെയർ പോകാൻ പറ്റും. ഇനി ഈ സ്കൈയുടെ അതേ റിഫ്ലക്ഷൻ തന്നെ താഴെ വെള്ളത്തിലും കാണാം. അതുകൊണ്ട് നമുക്ക് ആ ഭാഗം കൂടി ഫസ്റ്റ് ലെയറിലങ്ങ് ചെയ്തു പോകാം. ചില ഭാഗത്ത് ക്ലൗഡ്സ് കൊടുക്കാം. ഇത് വെറ്റ് ഓൺ വെറ്റാണ്. പെയിൻറ്റ് പേപ്പറിൽ പെയിൻറ്റ് വെറ്റായിട്ടിരിക്കുമ്പോൾ തന്നെ അതിന് മുകളിൽ പെയിൻറ്റ് വയ്ക്കുന്നതിനാണ് വെറ്റ് ഓൺ വെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ഇനി ഇതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞ ഈ സ്കൈയുടെ ഭാഗം, പിന്നെ ഈ റിഫ്ലക്ഷൻ്റെ വാട്ടർ റിഫ്ലക്ഷൻ്റെ ഭാഗത്തൊന്നും ഇനി അടുത്ത ലെയറിലൊന്നും പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി മിഡ് വാല്യൂം ലോ വാല്യൂ ഉള്ള ഭാഗങ്ങളിൽ മാത്രം
സെക്കൻഡ് ലെയറിലും തേർഡ് ലെയറിലും പെയിൻറ്റ് പോയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഉണങ്ങി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മലയുടെ ഭാഗം, ഈ പാടത്തിന് മുകളിലുള്ള ഭാഗം സെക്കൻഡ് ലെയർ സ്റ്റാർട്ട് ചെയ്യാം. ലെയർ ബൈ ലെയർ ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ട് വേണം ബ്രഷ് ഓടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ അതിന് മുൻപ് ചെയ്ത ലെയർ ഇളകി പോരും. വാട്ടർ കളർ ആയതുകൊണ്ട് വെള്ളം ചെല്ലുമ്പോൾ തന്നെ അടിയുള്ള ലെയർ ഇളകും. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് വേണം ബ്രഷ് ഓടിക്കാനായിട്ട്. ഒരു സ്ഥലത്ത് ഒരു ഏരിയയിൽ ഓടിച്ച് ബ്രഷ് ഒരു തവണ കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ, ഒറ്റ തവണ കൊണ്ട് ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഒരുപാട് ബ്രഷ് വലിച്ചു കഴിഞ്ഞാൽ താഴെയുള്ള ലെയർ ഇളകിയിട്ട് നമ്മൾ വയ്ക്കുന്ന പെയിൻറ്റുമായിട്ട് മിക്സായി അത് ആ കളറെല്ലാം ഡള്ളായി മാറും. ഇതിപ്പോൾ ഉണ്ട്. അപ്പോൾ തേർഡ് ലെയർ വരുന്ന ഭാഗം ഉൾപ്പെടെ നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്ത് പോകണം. ഇപ്പോൾ ഈ പാടത്തിൻ്റെ മുകളിലുള്ള ഭാഗത്തെ സെക്കൻഡ് ലെയർ കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങിയിട്ട് വേണം നമുക്ക് താഴെയുള്ള പാടം ചെയ്യാനായിട്ട്. ഇനി ഈ പാടത്തിൻ്റെ ഏരിയ തൊട്ട് താഴേക്ക് വരുന്നത് പ്രധാനമായിട്ടും 3 കളേഴ്സാണ്. ഒന്ന് ഈ പാടത്തിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ, പിന്നെ ഈ പുല്ലുകളുടെ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഗ്രീൻ, പിന്നെ ഈ മഡ് റോഡിൻ്റെ കളർ. ഇങ്ങനെ 3 കളേഴ്സാണ് പ്രധാനമായിട്ടും ഈ ഏരിയയിൽ വരുന്നത്. അപ്പോൾ അത്രയും കളേഴ്സ് നമുക്ക് ആദ്യം മിക്സ് ചെയ്ത് വയ്ക്കാം.
ഓക്കെ, മഡ്റോഡിൻ്റെ കളറോട് ഉണ്ടാക്കാം. ഇത് ഗാംബോച്ചിയവും ക്രിംസണിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരു ഓറഞ്ച് ടോൺ കിട്ടും. അതിന് ഡള്ള് ചെയ്യാനായിട്ട് മൂന്നാമത്തെ കളർ, അപ്പോൾ അതായിരിക്കും എൻ്റെ കോംപ്ലിമെൻ്ററി. ഇതിൽ ഏതെങ്കിലും 2 കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറിൻ്റെ കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത് മൂന്നാമത്തെ കളറായിരിക്കും. ഇപ്പോൾ ക്രിംസണും ക്യാംലിൻ ബ്ലൂ മിക്സ് ചെയ്ത് കിട്ടുന്ന കളറിൻ്റെ കോംപ്ലിമെൻ്ററി യെല്ലോ ആയിരിക്കും. ഈ 3 കളേഴ്സ് മാത്രം വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സൗകര്യമുണ്ട് നമുക്ക്. കോംപ്ലിമെൻ്ററി കളർ പെട്ടെന്ന് കിട്ടാനുള്ളൊരു എളുപ്പമുണ്ട്. ഓക്കെ, നമുക്ക് പെയിൻറ്റിങ് തുടങ്ങാം. ഇപ്പോൾ സെക്കൻഡ് ലെയർ തന്നെയാണ്. നമുക്ക് നോക്കിയാൽ കാണാം, ഞാൻ വളരെ സ്മൂത്തായിട്ടും പരമാവധി ഒരു തവണ മാത്രം ഒരു ഏരിയയിൽ ബ്രഷ് ഓടിക്കാവുന്ന രീതിയിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഓഫ്ലൈനിലോ ഓൺലൈനിലോ ഉള്ള വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ രജിസ്റ്റർ ചെയ്യാം. 9037333069 എന്നാണ് വാട്സപ്പ് നമ്പർ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്. ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളതിൽ പങ്കെടുക്കാം. എൻ്റെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിലൊക്കെ അക്കൗണ്ടുകളിലൊക്കെ ചെന്നാൽ ഇതിൻ്റെ പോസ്റ്ററും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാണാം. സുജിത് നവം തന്നെയാണ് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും പേര്. ഇനി നമുക്ക് ഈ മഡ് റോഡ് ചെയ്യാം. ഈ മഡ് റോഡിൽ ഉള്ള വെള്ളത്തിലുള്ള റിഫ്ലക്ഷനിൽ ഈ മരത്തിൻ്റെ റിഫ്ലക്ഷൻ ഉൾപ്പെടെ കാണാം. അപ്പോൾ നമുക്ക് ആ ഏരിയ ഉൾപ്പെടെ പെയിൻറ്റ് ചെയ്ത് പോകണം. കാരണം അവിടെ വാല്യൂ കുറവായതുകൊണ്ട് അടുത്ത ലെയറിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണത്. ചില ഭാഗത്ത് ഈ പുല്ലിൻ്റെ ഭാഗങ്ങളിൽ വെക്ടർ വെറ്റ് ചെയ്തു പോകാം. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഈ പേപ്പറിൻ്റെ ഏതൊക്കെ ഭാഗം എത്രത്തോളം വെറ്റാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ബോധ്യം വേണം.
നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച പെയിൻറ്റ് തികയാതെ വന്നു. ഇപ്പോൾ കുറച്ചെങ്കിലും പെയിൻറ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്കിങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും ഇവിടെ കഴിഞ്ഞു. ഇനി ഇത്രയും ഭാഗം ഉണങ്ങി നമുക്ക് ഈ മരത്തിൻ്റെ ഭാഗത്തും മരത്തിൻ്റെ പുറകിലുള്ള ആ മരക്കൂട്ടങ്ങളും പിന്നെ ഈ പുല്ലിൻ്റെ ചില ഡാർക്കായിട്ടുള്ള ഈ ഭാഗങ്ങളിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ഭാഗമുണ്ട്, ആ ഭാഗത്തും പിന്നെ ഇതിൻ്റെ നിഴൽ, ഈ മരത്തിൻ്റെ നിഴൽ, ഇത്രയും ഭാഗം കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത ലെയറിൽ, തേർഡ് ലെയറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്ക് നിർത്താം. അപ്പോൾ ഈ സെക്കൻഡ് ലെയർ ഉണങ്ങി, നമുക്കിനി തേർഡ് ലെയർ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പ്രധാനമായിട്ട് 2 ബ്രഷുകളാണ് ഈ ലെയർ തീർക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് പെയിൻറ്റ് ചെയ്യാനും, രണ്ടാമത് അത് വെറ്റ് ഓൺ വെറ്റ് ചെയ്യാനും. അപ്പോൾ വെറ്റ് ഓൺ വെറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ചെറിയ ബ്രഷും, അല്ലാതെ പെയിൻറ്റ് ചെയ്യാനായിട്ട് അതിന് തൊട്ട് മുകളിലുള്ള 2 പോയിൻറ്റ് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെറ്റ് ഓൺ വെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഏരിയ തീർത്ത് പോരുവാണ്. ഇനി നമ്മളൊരു ലെയർ ഇതിൽ ചെയ്യുന്നില്ല, ഈ പെയിൻറ്റിങ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞു. ഇനി പെയിൻറ്റിങ്ങിൽ ഏറ്റവും വാല്യൂ കുറഞ്ഞ ഭാഗം ചെയ്യണം. നമ്മൾ ഈ അകലെയുള്ള മരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബ്രഷ് ഇങ്ങനെ ചെരിച്ച് പിടിച്ച ആ ബ്രഷിൻ്റെ ബ്രിസിൽസ് കൊണ്ട് ടെക്സ്ചർ ഉണ്ടാക്കിയാൽ നമുക്കത് പല കാര്യങ്ങൾക്ക് ആ ടെക്സ്ചർ ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് അകലെയുള്ള മരത്തിൻ്റെ ഇലകൾ, ഇപ്പോൾ കടലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ തിരകളിലെ തിളക്കം, ഇതൊക്കെ നമുക്ക് ഈ ബ്രഷ് പ്രത്യേക രീതിയിൽ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഓരോരുത്തരും തനിയെ ഓരോ പൊസിഷനിൽ പിടിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. ഞാൻ മരത്തിൻ്റെ ഭാഗത്ത് വെറ്റ് ഓൺ വെറ്റ് ചെയ്യാണ്.
ഇപ്പോൾ ചെയ്യുന്നത് വെറ്റോൺ വെറ്റാണ്. ഓക്കെ, അത്രയും ഭാഗം കഴിഞ്ഞു. അപ്പോൾ മുൾഭാഗം തൊട്ട് ഈ ഭാഗം വരെയുള്ള കംപ്ലീറ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇവിടെ ചില ഭാഗത്തു കൂടി പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് നിർത്താം. ഈ ബ്രഷിൻ്റെ ടിപ്പ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെല്ലിൻ്റെയൊക്കെ ഞാറ് ഓരോ ചെടികളും വേറെ വേറെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും ഭാഗം കഴിഞ്ഞു. ഇനി ഈ മരത്തിൻ്റെ വെള്ളത്തിലുള്ള റിഫ്ലക്ഷൻ ചെയ്യാം. ഈ ഭാഗത്ത് ഞാൻ ചെയ്യുന്ന ശ്രദ്ധിച്ച് നോക്കണേ. അതായത് ഈ പുല്ലിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ആ പുല്ലിൻ്റെ അറ്റം കാണുന്ന രീതിയിൽ അത്രയും ഭാഗം ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ? ഇതിനാണ് നെഗറ്റീവ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. നെഗറ്റീവ് പെയിൻറ്റിങ് വെറ്റ് ഓൺ വെറ്റ്, ലെയർ ബൈ ലെയർ, ഇതൊക്കെ വാട്ടർ കളറിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അത്രയും ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു ഇവിടെ അല്പം വാലി കുറയ്ക്കാനുണ്ട്. അവിടെ നേരത്തെ ലെയറോടെ വെച്ചിട്ട് നമുക്ക് ഈ വർക്ക് നിർത്താം.
ഓക്കെ, നമുക്ക് ഈ വർക്ക് വെച്ച് നിർത്താം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകളിൽ നേരിട്ട് നമുക്ക് സംസാരിച്ച് പെയിൻറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിന് രജിസ്റ്റർ ചെയ്യാം. മിക്കവാറും എല്ലാ ആഴ്ചകളിലും ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകളും ഓൺലൈൻ വർക്ക്ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഞാൻ ആദ്യം പറഞ്ഞ 9037333069 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ. ഈ റിയൽ ടൈം ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പെയിൻറ്റിങ് ഡെമോൺസ്ട്രേഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.